ബ്രസീലിൽ നിന്നും ഒരു കൊലകൊല്ലി ഐറ്റത്തെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്റർ മയാമി. മൈക്കിൾ ഡോ സാന്തോ സിൽവ എന്ന 25-കാരൻ സെന്റർ ബാക്കിനെയാണ് ഇന്റർ മയാമി സൈൻ ചെയ്തിരിക്കുന്നത്. ബ്രസീലിയൻ ക്ലബായിട്ടുള്ള ബ്രസീലിലെ ടോപ്പ് ക്ലബ്ബുകളിലൊന്നായിട്ടുള്ള പാൽമിറാസിൽ നിന്ന് താരത്തെ ലോണിലാണ് ഇന്റർ മയാമി ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു താരത്തെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുമ്പ് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർ മയാമിയുടെ മാനേജ്മെന്റ് കുക്ക് ചെയ്യുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, യൂറോപ്പ് പോലെയല്ല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ആ ഒരു ലീഗ് പ്രവർത്തിക്കുന്നത്. അത് ഒരു ഇയർ വൈസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയുന്നത് വിന്റർ ട്രാൻസ്ഫർ വിൻഡോ ആണ്. യൂറോപ്യൻ ലീഗുകളിൽ അത് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആണ് അവരുടെ പ്രധാന ട്രാൻസ്ഫർ വിൻഡോ. ആ ട്രാൻസ്ഫർ വിൻഡോയിലാണ് ടീമിൽ മൊത്തത്തിൽ ഒരു അഴിച്ചുപണിയൊക്കെ യൂറോപ്യൻ ടീമുകൾ നടത്താറ്. എന്നാൽ ഏഷ്യയിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. എന്നാൽ അമേരിക്കൻ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. വിന്റർ ട്രാൻസ്ഫർ വിൻഡോയാണ് അവരുടെ ഏറ്റവും പ്രധാന ട്രാൻസ്ഫർ വിൻഡോ. ആ ടീം മൊത്തത്തിൽ ഉടച്ച് വാർത്തെടുക്കുന്നത് ഈ ഒരു വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിലാണ്. നിലവിലെ ഈ ഒരു വിൻഡോ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങി പകുതി പോലും ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇന്റർ മയാമി സൈൻ ചെയ്തിട്ടുള്ളത് 4 താരങ്ങളെയാണ്. ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക്, അതുപോലെ തന്നെ ഒരു ഗോൾ കീപ്പർ, കഴിഞ്ഞ MLS ഫിഫയിലെ ബെസ്റ്റ് ഗോൾ കീപ്പർ. ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് അവർ എത്തിച്ചിട്ടുള്ളത് മുൻ റയൽ മാഡ്രിഡ് താരത്തെ. റൈറ്റ് ബാക്ക് ആയിട്ട് അവർ എത്തിച്ചിട്ടുള്ളത് ഒരു അർജന്റീന താരത്തെ. ഇപ്പോൾ ഒരു സെൻട്രൽ ബാക്കിനെ എത്തിച്ചിരിക്കുകയാണ്, അതും ബ്രസീലിൽ നിന്ന്. ബ്രസീലിലെ ടോപ്പ് ടയറിൽ മികച്ച ടീമുകളിൽ ഒന്നായിട്ടുള്ള പാൽമിറാസിന് വേണ്ടി സ്ഥിരമായിട്ട് കളിക്കുന്ന താരത്തെ. ഈ പ്ലെയറിന്റെ കളി ഞാൻ കണ്ടിട്ടുണ്ട്. നീ ബ്രസീലിയൻ ലീഗ് കാണാറുണ്ടോടെ എന്ന് നിങ്ങൾക്ക് തോന്നാം. ബ്രസീലിയൻ ലീഗ് ഞാൻ കണ്ടിരുന്നു പണ്ട്, പക്ഷെ ഇപ്പോൾ ഒന്നും ഞാൻ കാണാറൊന്നുമില്ല, പക്ഷെ ഫോളോ ചെയ്യാറുണ്ട്. എന്നാൽ ഞാൻ ഈ ഒരു താരത്തിന്റെ മാച്ച് കണ്ടിട്ടുള്ളത് ക്ലബ് വേൾഡ് കപ്പിലാണ്. ഇന്റർ മയാമിയുടെ ഗ്രൂപ്പിലായിരുന്നു പാൽമിറാസ് ഉണ്ടായിരുന്നത്. അവര് നോക്കൗട്ട് റൗണ്ടിലേക്ക് കടന്നിരുന്നു. പാൽമിറാസ് നോക്കൗട്ട് റൗണ്ടിൽ എനിക്ക് തോന്നുന്നു ക്വാർട്ടർ ഫൈനലിലാണോ പ്രീ ക്വാർട്ടറിലാണോ എന്ന് ഓർമ്മയില്ല, പക്ഷെ ഈ ചെൽസിക്കെതിരെ കളിച്ചിരുന്നു. ആ മാച്ചിൽ പാൽമിറാസിന് വേണ്ടി 90 മിനിറ്റും ഈ ഒരു ഡിഫൻഡർ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം കണ്ടിരുന്നു, ഓർമ്മ ഉണ്ട് എനിക്ക്. അത് മാത്രമല്ല, ഇന്റർ മയാമിക്കെതിരെ കളിച്ചിട്ടില്ല. ആ ഒരു മാച്ചിൽ സൈഡ് ബെഞ്ചിലുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇറക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ ചെൽസിക്കെതിരെ ഒരു നോക്കൗട്ട് മാച്ചിൽ ഈ ഒരു പ്ലെയറിനെ 90 മിനിറ്റ് കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ താരത്തിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. ഇന്റർ മയാമിയുടെ മാനേജ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. കൃത്യമായിട്ട് അവരുടെ പ്രശ്നം എന്താണ്, ആ ഒരു ടീമിന്റെ ആ ഒരു ബാലൻസ് നോക്കുന്ന സമയത്ത് ഡിഫൻസ് വളരെ വീക്കാണ്. ആ ഒരു എൻറ്റയർ ഡിഫൻസ് അങ്ങ് പൊളിച്ചു പണിതു. രണ്ട് വിങ് ബാക്ക്, ലെഫ്റ്റ് ബാക്കിൽ ഒരാൾ, റൈറ്റ് ബാക്കിൽ ഒരാൾ. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു സെൻട്രൽ ബാക്കിനെ എത്തിച്ചിരിക്കുകയാണ്. ലോണിലാണ് താരത്തെ കൊണ്ടുവന്നിട്ടുള്ളത് പാൽമിറാസിൽ നിന്ന്. പാൽമിറാസിന് വേണ്ടി സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു പ്ലെയറിന്റെ മാച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ കുറേ വീഡിയോസും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടത് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. താരം ഒരു 1-1.5 മുതലാണ്. താരത്തിന്റെ ഗെയിം സ്റ്റൈൽ ഇപ്പോൾ ഒരു ഉപമിക്കണമെങ്കിൽ നമുക്ക് വെർജിൽ വാൻഡൈക്കിന്റെ ഗെയിം സ്റ്റൈലില്ല. അദ്ദേഹത്തിന്റെ അത്രയും പാസിംഗ് ആക്രോസിങ് കാര്യങ്ങളൊന്നും കാണത്തില്ല, സ്പീഡും കാണത്തില്ല. പക്ഷെ ആ ഒരു ഗെയിം സ്റ്റൈൽ, ആ ഒരു ഫിസിക്കൽ അപ്രോച്ച്, ആ ഒരു ഏരിയയിലൊന്നും താരത്തെ പെട്ടെന്നൊന്നും ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 1.83 എന്തോ ആണ് താരത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഏരിയൽ ഡ്യൂൽസ് താരം വിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലി താരം നന്നായിട്ട് കളിക്കുന്നുണ്ട്. പാസിങ്ങിന്റെ കാര്യം അറിയാലോ, പാൽമിറാസിൽ കളിക്കുന്ന ഒരു ബ്രസീലിയൻ താരത്തിന് പാസിങ് മോശമാകുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം അതിലും മികച്ചു തന്നെ നിൽക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. 2029 വരെ പാൽമിറാസായിട്ട് താരത്തിന് കോൺട്രാക്ട് ഉണ്ട്. പാൽമിറാസ് ഇപ്പോൾ താരത്തെ ലോണിലാണ് അയച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു താരത്തിന് ചെറിയ ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ. ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി ആകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പാൽമിറാസ് താരത്തെ വേറെ ടീമിലേക്ക് ലോണിലേക്ക് വിട്ടിരിക്കുന്നത്. ചിലപ്പോൾ വേറെ പ്ലെയറിനെ പാൽമിറാസ് സൈൻ ചെയ്തുകൊണ്ടോ ആകാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇന്റർ മയാമിയെ സംബന്ധിച്ച് ഒരു ജാക്ക് പോർട്ടാണ്. അവരെ ഡിഫൻസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു അവര്, അത്രേ പറയാനുള്ളൂ. അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇട്ട് മാക്സിമം മികച്ച താരങ്ങൾ അവർ ഡിഫൻസിലേക്ക് ഇപ്പോൾ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരു പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഡിഫൻസിലോട്ട്. പിന്നെ റൂമറുകൾ എൻ്റെ പൊന്നോ, വരുന്ന റൂമറൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വിറയ്ക്കും. അതുപോലത്തെ റൂമറാണ്. ഗ്രീസ്മാൻ ഇപ്പൊ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു ബോട്ടം ടേബിളിൽ റിലഗേഷൻ സോണിലൊക്കെ നിൽക്കുന്ന ടീമുകളുണ്ടല്ലോ, അവിടുത്തെ താരങ്ങളുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. പോസിബിൾ ആണ്, അറിയാലോ, റിലഗേറ്റ് ആയി പോകുമ്പോൾ ടീമിൽ നിന്ന് കുറെ താരങ്ങൾ വിട്ടുപോകാറുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന താരങ്ങളൊക്കെ ചുളുവിന് കിട്ടുമല്ലോ. അങ്ങനത്തെ ഓപ്ഷൻസ് വരെ ഇന്റർ മയാമി നോക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർ മയാമി ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഇത്രയും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കാരണം കഴിഞ്ഞ സീസൺ ആയാലും മുമ്പത്തെ സീസൺ ആയാലും മെസ്സിയും പിന്നെ കുറച്ച് 4-5 പ്ലേയേഴ്സിനെയും വെച്ചിട്ട് ഇവരിങ്ങനെ തട്ടിക്കൂട്ടി പരിപാടിയായിരുന്നു. മൊത്തത്തിൽ ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് അവർക്കില്ല.
ഒരു 11 പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് 11 എന്ന് പറയാൻ അവർക്കില്ലായിരുന്നു. പക്ഷെ അടുത്ത സീസണിൽ അങ്ങനെ ആയിരിക്കത്തില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇപ്പൊ പറഞ്ഞേക്കുന്ന റൂമറൊക്കെ പോസിബിൾ ആയി കഴിഞ്ഞാലുണ്ടല്ലോ, ഇന്റർ മയാമി ഒരു ബീസ്റ്റ് ടീമായിരിക്കും അടുത്ത സീസണിൽ. അവർ സകലമാന കപ്പും അവരടിക്കാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി അവർക്ക് ഇപ്പോൾ ഉള്ള ടീം വെച്ചിട്ട് തന്നെ അറിയാലോ, മെസ്സിയുടെ ഒക്കെ മികവ് വെച്ചിട്ട് തന്നെ അവർ ഈസി ആയിട്ട് കപ്പടിയുന്ന ടീമാണ്. അങ്ങനെ ഒരു ടീമിന് ഒരു നല്ലൊരു സ്ക്വാഡ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതുണ്ടോ? ഒരു കിടിലൻ പെർഫോമൻസ് തന്നെ നമുക്ക് അടുത്ത സീസണിൽ കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ സൈനിങ് പൊളിച്ചു. ഇനി ഓരോ സൈനിങ്ങൾ, അതായത് ഞാൻ റൂമറൊന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, വരുന്ന സൈനിങ്ങളെ കുറിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു താരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ടേൽ.